അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടോടാ ഈ കൂട്ടത്തില്? എങ്കിൽ ഞാൻ പറയാം, ഇത് ഈ കുഞ്ഞിന്റെ ജാതകമായിരുന്നു. ഏതായാലും കയ്യിലിരിക്കട്ടെ. ഒന്ന് തീർച്ച, നാഗരാജൻ തൊടാണ്ട് പോയതുകൊണ്ട് ഇവനൊരു സാധാരണ കുഞ്ഞല്ല. റോ 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 റോ. ഇതാണ് സംഭവിച്ച ചേച്ചി. വേറൊരു വഴിയും ഞാൻ കണ്ടില്ല. കുഞ്ഞുങ്ങളില്ലാത്ത ഗൗരി ചേച്ചി തന്നെ ഈ പിഞ്ചു കുഞ്ഞിനെയും പോറ്റണം. ശരി അനിയ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്റെ നല്ല മനസ്ഥിതി ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു. രാജകലയുള്ള ഈ മുഖം കണ്ട് രഹസ്യങ്ങളെല്ലാം ചോർന്നു പോകുമെന്ന് നീ ഭയപ്പെടണ്ട. എല്ലാം ഭദ്രമായിരിക്കും. ഞാൻ പെറ്റ ഒരേ ഒരു മോനെ ഈശ്വരനെടുത്തു. അതിന് പകരം ഇപ്പോൾ അവന്റെ അനുജനായ ഒന്നിനെ ഭഗവാൻ എനിക്ക് തന്നു. അതുകൊണ്ട് നമുക്കിവനെ തമ്പിയെന്ന് വിളിക്കാം. എന്നാ ഞാൻ പോകട്ടെ ചേച്ചി. ശരി അനിയ. തക്ക സമയം വരുമ്പോൾ ഈ രഹസ്യം ഞാൻ ലോകത്തെ അറിയിക്കും. തമ്പി മോനെ, തമ്പി മോനെ. വള്ളി, മലവാഴി അമ്മയുടെ കാരുണ്യം കൊണ്ട് കിട്ടിയതാണ് നമുക്ക് ഈ പൂ പോലത്തെ പുല്ലാരെ കട്ട്. ഇല്ലെങ്കിൽ സർപ്പം ഇടഞ്ഞഴന്ന് പോവോ? നോക്കൂ, സൂര്യൻ ഉദിച്ചത് പോലല്ലയോ അവന്റെ മുഖം. ഇവൻ കൊള്ളയും കൊലയായിട്ട് കഴിയണ നമ്മുടെ കൂട്ടത്തിലുണ്ടോ ഈ കുരുന്ന് രാജാവാവണോ? ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടരുടെ തലവരെങ്കിലോ? ആരുടെ രാജാവെങ്കിലും ആവട്ടെ, കുട്ടിക്ക് എന്ത് പേരിടണ? ഞാൻ കാട്ടിന്ന് കണ്ടെടുത്തത് കൊണ്ട്. പാമ്പ് ഉപദ്രവിക്കാതെ പോയതുകൊണ്ട് നാഗൻ പേരിടണം. നാഗൻ, നല്ല പേര്. നാഗ. അപ്പോ രണ്ടിനെയും അടിയങ്ങൾ ഉത്തരവ് പോലെ ചെയ്തു കഴിഞ്ഞേ. നല്ലത്, വളരെ നല്ലത്. ഈ രഹസ്യം അറിയാവുന്ന ആരും ജീവിച്ചിരിപ്പില്ല. ലക്ഷ്മി, 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 ലക്ഷ്മി. ആരുമില്ലേ? പന്മ, കണ്ണായ, അമ്പു. എന്താണ്? ഓഹോ, രണ്ടുപേരുണ്ടോ? ഞാനും നാഗച്ചേട്ടനും കളിക്കായിരുന്നു. താളുമാണ് നാഗന് വെറും കളിക്കുട്ടിയാക്കുന്നത്. ഇതാ വാള്. രണ്ടുപേരും പോയി പൈ. ഹായ്. നാഗം വന്നേ പിന്നെ നമുക്ക് സ്വന്തം എന്ന് പറയാൻ ഒരു കുഞ്ഞുണ്ടായത്. രണ്ടും നമ്മുടെ മക്കള് തന്നെ. നാഗിനെയും താണുവിനെയും രണ്ടായി കാണാൻ എനിക്ക് കഴിയില്ല. അതെ, നമുക്ക് പോയി നോക്കാം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്.
തമ്പി, എഴുന്നേറ്റ് വന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ? എപ്പോഴും ഇങ്ങനെ ഗ്രന്ഥങ്ങളുമായിട്ട് ഇരുന്നാലോ? വരുന്നമ്മേ. നോക്കമ്മേ, ഈ നാഗൻ ചേട്ടന് എല്ലാ ബലവും കൂടി എന്റെ അടുത്തെടുത്ത ഞാനുണ്ടോ ബാക്കി? കൊമ്പനാനയുടെ കരുത്തല്ലേ? താണു, കരുത്തല്ല കാര്യം, കഴിവാണ്. അങ്ങനെ പറ. അപ്പൊ നാഗൻ ചേട്ടന്റെ കരുത്തും എന്റെ കഴിവും കൂടി കൂടിയ നിന്റെ ഒരു കഴിവ് പേടിത്തൊണ്ട. നഗ അച്ഛാ, ഇവിടെ വരൂ. എനിക്ക് വയസ്സായി, പഴയ ബലമോ കഴിവോ ഇല്ല. എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെയുള്ളവരെ നീ തന്നെ കാക്കണം. ഇന്ന് മുതൽ ഇവരുടെ തലവൻ നീയാണ്. അതെ മോനെ. നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ, നാഗൻ ചേട്ടൻ. നിർത്ത്. കറുത്തും കഴിവുള്ള ഞാനിരിക്കെ തരുമ്പോളും പോന്ന നാഗൻ നായകനാകുക ഏറ്റുമുട്ട് നോക്കിക്കളയാം. വേണമല്ല, വേണം. ഓഹോ, വെല്ലുവിളിക്കുകയാണോ? അതെ, എല്ലുമുഴുപ്പും തടിമിടുക്കും കൊണ്ടല്ലേ വെല്ലുവിളിക്കുന്നത്. കളി വിളഞ്ഞ് കളി കാണാം. അല്ല, കളി എന്തായാലും കാണാൻ പോകുന്നേ ഉള്ളൂ. ഹയ്യത്തടാ മല്ല, ഞാൻ തയ്യാർ. എന്താ, രണ്ടുപേർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എനിക്കൊരു സന്ദേഹം. അമ്പുവിന് സന്ദേഹം ഒഴിഞ്ഞിട്ട് നേരമുണ്ടോ? ഉണ്ടോന്ന് ചോദിച്ചാ അമ്മ വഴക്ക് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കുകയാണ്. എന്റെ മക്കളെ ഞാൻ വഴക്ക് പറയുമ്പോ ഈ അമ്പു ഓരോന്ന് എപ്പിച്ചോണ്ട് നിന്നെ കൊണ്ട് എത്തും. അമ്പുവിന്റെ അമ്മയെ ഞാൻ ഒന്ന് കാണട്ടെ. അമ്പ ഒന്നും പറഞ്ഞിട്ടില്ല അമ്മേ. പിന്നെ തമ്പി പറഞ്ഞതാണ്, ഇന്ന് ഗ്രാമത്തിൽ വലിയ പന്തയമാണ് നടക്കുന്നുണ്ട്. അത് കാണാൻ പോണമല്ലേ? എനിക്ക് അപ്പോഴേ മനസ്സിലായി. നാടിന്റെ നാനാഭാഗത്തു നിന്നും പന്തയമേളയിൽ പങ്കുകൊള്ളാൻ പ്രമാണിമാരും വിദ്വാൻമാരും പണ്ഡിതന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. നാടുവാഴികളും വയറ്റുകാരും പിന്നെ പിന്നെ പ്രഹ്ലാദ രാജാവിന്റെ വെള്ളക്കുതിരയും വന്നിട്ടുണ്ടമ്മേ. മേള കാണണമെങ്കിൽ രണ്ടുപേരും പോയി കണ്ടിട്ട് വരും. ആപത്തിലൊന്നും പോയി തലയിടരുത്. അമ്മ അനുഗ്രഹിച്ചയച്ചാൽ മാത്രം മതി. യാതൊരു ആപത്തും നിങ്ങളെ തീണ്ടേയില്ല. സന്തോഷമായിട്ട് പോയി വരും. നിങ്ങൾ ഇരുമ്പ് മുള്ളുകളുള്ള ഈ ഉണ്ടകൾ കണ്ടു. ഇവയെല്ലാം ആടിക്കൊണ്ടിരിക്കും. ദേഹത്തൊരു പരിക്ക് പോലും പറ്റാതെ ഇവയ്ക്കിടയിലൂടെ നിങ്ങൾ അപ്പുറത്ത് കിടക്കണം. ആദ്യം മല്ലൻ നോക്ക്. മഹാമാന്യ മഹിമശ്രീ പൊരുളാതിരി മഹാരാജൻ ആണ്ടുതോറും തിരുമനസിലെ ജന്മദിനാഘോഷം സംബന്ധിച്ച് നടത്താറുള്ള പന്തയം ഇക്കുറി ഈ അരുവിക്കര ഗ്രാമത്തിൽ വെച്ച് നടത്തുകയാണ്. കൽപ്പിച്ചനുവദിച്ചിട്ടുള്ള വെള്ളി നിറച്ച പണക്കിഴികൾ വിജയികൾക്ക് നൽകും. പണത്തിന് പണം വെച്ച് പങ്കെടുക്കുന്നവർക്കോ? പന്തയത്തുകയുടെ ഇരട്ടി നൽകും. ആദ്യമായി പൊരുളാതിരിയിൽ നിന്നും എത്തിയിട്ടുള്ള മഹാപണ്ഡിതൻ മംഗലത്ത് നമ്പൂതിരിയുമായി തർക്കത്തിനോ യുക്തിക്കോ തയ്യാറുള്ളവർക്ക് വരാം. ആർക്ക് വേണമെങ്കിലും വരാം. യുക്തിക്കോ തർക്കശാസ്ത്രത്തിനോ ആർക്ക് വേണമെങ്കിലും വരാം. വന്നോളൂ, വന്നോളൂ. നീയോ? ഇരുന്നോ, ഇരുന്നോ. എന്താ, നാക്കില്ലെങ്കിൽ തിരിച്ചു പോയിക്കോളൂ, പോയിക്കോളൂ. ഇല്ല, പോണില്ല. ഈ പാത്രത്തിലുള്ള എള്ള് വെറും കൈകൊണ്ട് പിഴിഞ്ഞ് എണ്ണ എടുക്കണം. അതാണ് പരീക്ഷ.
നടത്തി നോക്കൂ, ഞാൻ സഹായിക്കാം. തർക്കം, വേദാന്തം, സമസ്യാപൂരണം, കലാമത്സരങ്ങൾ എന്നിവയിൽ അരുവിക്കര തമ്പി എന്നറിയപ്പെടുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റുള്ളവരെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ കൂടിയിട്ടുള്ള മഹാപണ്ഡിതന്മാർക്ക് ഈ യുവാവിനോട് പൊതുവിജ്ഞാനത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. പുരുഷാർത്ഥങ്ങൾ ഏതെല്ലാമാണ്? ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നിങ്ങനെ 4. പുരുഷാശ്രമങ്ങളോ? ബാല്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. 4 വേദങ്ങൾ ഏതെല്ലാമാണ്? ഋക്ക്, സാമം, യജുസ്, അഥർവം. ഭൂതദയയ്ക്ക് പേരുകേട്ട പൗരാണിക രാജാവ് ആരായിരുന്നു? ധർമ്മപുത്രൻ, രന്തിദേവൻ. ഭാരതീയ ജ്യോത്സ്യത്തിന്റെ ഉത്ഭവം എങ്ങനെയാണ്? സാക്ഷാൽ ശ്രീപരമേശ്വരൻ സുബ്രഹ്മണ്യ സ്വാമിക്കും അദ്ദേഹം സപ്തർഷികൾക്കും സപ്തർഷികൾ വരാഹമരുന്നും കൊടുത്ത ഉപദേശത്തിൽ നിന്നാണ് ഭാരതീയ ജ്യോതിഷ ശാസ്ത്രം ഉണ്ടായത്. മല്ലൻ, ഇതിലൊരു വാഴ വെട്ടു കാണട്ടെ. ഒരു വെട്ട് 3 കഷ്ണം. ഈ പാൽവർണ്ണ കുതിരയുടെ പുറത്തേറി ഇതിനെ നയിക്കാൻ പോന്നവർ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? ജയിക്കുന്നവർക്ക് ഈ പെട്ടിയിലുള്ള പന്തയ തുക മുഴുവൻ. അപ്പൂനൊരു നോക്കാമോ? എന്റെ ഇന്നത്തെ കണി അത്ര നന്നല്ല. നക്ഷത്രം തെളിഞ്ഞിരിക്കുന്നു തമ്പിക്ക. രണ്ടുപേരും വന്നോ? എന്താ ഇത്ര താമസിച്ചത്? വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിന്റെ അകത്ത് എന്താണെന്ന് അമ്മായിക്ക് അറിയാവോ? ഒരു ലോകം മുഴുവനും ആയിരിക്കും. രണ്ടുപേരും വന്ന് ആഹാരം കഴിക്കുക. അമ്മേ, ഞാൻ പല പന്തയങ്ങളിലും ജയിച്ചമ്മേ. അമ്മായി, ഈ പണക്കിഴികൾ കണ്ടോ അമ്മായി? കണ്ടു. വളരെ സന്തോഷം. ഞാൻ അകത്തിന്ന് ആഹാരം വിളമ്പട്ടെ, എന്നിട്ട് കേൾക്കാം വിശേഷങ്ങൾ. തമ്പി, എനിക്കൊരു സന്ദേഹം. തുടങ്ങി തന്റെ സന്ദേഹം.
ആ കുതിരയെ എങ്ങനെ മെരുക്കാൻ കഴിയും? കുതിര തന്റെ സ്വന്തം നിഴൽ മുന്നിൽ കാണുമ്പോൾ മറ്റൊരു കുതിര തന്നെ മറികടക്കുന്നതായിട്ട് തോന്നിച്ച് വിരളി പിടിക്കുകയാണ്. എനിക്കിത് ആദ്യമേ മനസ്സിലായി. അതുകൊണ്ട് തിരിച്ചു നിർത്തി നിഴലില്ലാതാക്കി ഓട്ടിച്ചാൽ ഒറ്റ കുഴപ്പമില്ല. അത് ശരി, മിടുക്കൻ. പക്ഷേ എനിക്കൊരു സന്ദേഹം. ഒരു സന്ദേഹവുമില്ല. ആഹാരം വിളമ്പി വരി. അമ്മേ, ഈ പണം കൊണ്ട് നാളുകളായുള്ള എന്റെ ആഗ്രഹം നിറവേറ്റണം. കഷ്ടതയിൽ കഴിയുന്ന ഈ അരുവിക്കര ഗ്രാമത്തിന് എന്തെങ്കിലും മോചനം കാണും. വേണം കുഞ്ഞെ, പണം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക വേണ്ടത്. പണം ഇനി ഉണ്ടാക്കണോ അമ്മേ? ശരി ശരി, വരി ഊണ് കഴിക്കും.